കൂട്ടുകാർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലെ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം. ഭാവനയുടെ പേര് സിയോൻ കമ്പനിയിൽ സൈനികരെ ആവശ്യമുണ്ട്. യോഗ്യത: സ്വർലോക കമ്പനിയുടെ രക്ഷ എന്ന നിയമബിരുദവും ഗൊൽഗോഥ അംഗീകരിച്ച സ്നാനവും പരിശുദ്ധാത്മാവ് അഭിഷേകവും ഉണ്ടായിരിക്കണം. ഗലാത്യർ 5-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള നിയമചട്ടങ്ങൾ അനുസരിച്ച് അതിൽ നടന്നവരായിരിക്കണം. വിശുദ്ധ വേദപുസ്തക സർവകലാശാല അംഗീകരിച്ച അപേക്ഷാ ഫോം മാത്രമേ കമ്പനി അംഗീകരിക്കുകയുള്ളൂ. മുകളിൽ കൊടുത്തിരിക്കുന്ന യോഗ്യതയുള്ള ലോകത്തിലെ എല്ലാവർക്കും അപേക്ഷിക്കാം. ഗലാത്യർ 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള നിയമചട്ടങ്ങൾ അനുസരിച്ച് ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, വിഗ്രഹാരാധന, ആഭിചാരം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധ്യമല്ല. ഗലാത്യർ 5-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള നിയമചട്ടം അനുസരിച്ച് സ്നേഹം, ഇന്ദ്രിയജയം തുടങ്ങിയ കാര്യങ്ങളും അധിക യോഗ്യതയായി കണക്കാക്കും. പ്രായം കമ്പനിക്ക് ഒരു വിഷയമല്ല. റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് സിയോൻ കമ്പനിയുടെ മാനേജറായ ശ്രീ യേശു ക്രിസ്തു ആയിരിക്കും. കമ്പനിയിൽ നേരിട്ട് മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ. കൈക്കൂലിയും ശുപാർശയും കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത് നടത്തുന്നവർക്കെല്ലാമെതിരെ വെളിപ്പാട് 20-ാം അധ്യായം 10-ാം നിയമമനുസരിച്ച് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടും. രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. റിക്രൂട്ട്മെൻറ്റിൽ വിജയം കൈവരിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തം കമ്പനി ഉറപ്പു നൽകുന്നു. മാത്രമല്ല, ഇവരെ കാക്കുന്നതിനായി കമ്പനിയുടെ സ്പെഷ്യൽ സ്ക്വാഡായ ദൂതസൈന്യത്തെ കമ്പനി നിയോഗിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥി ഒരിക്കലും ലോകമാകുന്ന കുടുംബവുമായി ബന്ധപ്പെടാൻ പാടില്ല. അനേക പരീക്ഷകളിൽ കൂടി മാത്രമേ സൈന്യത്തിലെ അംഗമാകുവാൻ കഴിയുകയുള്ളൂ. ട്രെയിനിങ് പീരീഡ് ക്രിസ്തുവിൻ്റെ വരവ് വരെ, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ മരണം വരെ. വർഷം കണക്കാക്കപ്പെട്ടിട്ടില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അന്നു മുതൽ ജോലിയിൽ പ്രവേശിക്കണം. അനേകരെ ലൂസിഫറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. ഏതൊരു കാരണവശാലും ജോലിയിൽ അലക്ഷ്യമായി ഏർപ്പെടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുന്നതാണ്. യുദ്ധം നടക്കുമ്പോൾ കൊല്ലുവാനുള്ള അധികാരം ഉദ്യോഗാർത്ഥികൾക്ക് ഇല്ല. കൊല്ലുന്നവർ ശിക്ഷയ്ക്ക് അർഹരാണ്. എഫേസ്യർ 6-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള നിയമം അനുസരിച്ച് അരയ്ക്ക് സത്യവും നീതി എന്ന കവചവും ധരിച്ച് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി, എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസവും രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും ഉപയോഗിച്ച് മാത്രമേ യുദ്ധം ചെയ്യുവാൻ പാടുള്ളൂ. പ്രമോഷൻ കമ്പനി ഇഷ്ടാനുസരണം നൽകുന്നതാണ്. പ്രതിഫലം: ട്രെയിനിങ് പീരീഡിൽ പ്രതിഫലം ലഭിക്കുന്നതല്ല. അന്നുള്ളത് മാത്രം കമ്പനി നൽകുന്നു. അതിനുശേഷം വെളിപ്പാട് 21-ാം അധ്യായം 11 മുതൽ 26 വരെ ഉള്ളതും വെളിപ്പാട് 22-ാം അധ്യായം 1 മുതൽ 7 വരെയും കൊടുത്തിരിക്കുന്ന നിയമമനുസരിച്ച് 12 തരം രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച പുതിയ യെരുശലേം. രാത്രി അവിടെയില്ല. അവരവരുടെ പ്രവൃത്തി അനുസരിച്ച് പ്രതിഫലമായി വാടാത്ത കിരീടം, ജീവകിരീടം, തേജസ്സിൻ്റെ കിരീടം, പൊൻകിരീടം, നീതിയുടെ കിരീടം തുടങ്ങിയവ മാനേജറായ യേശുക്രിസ്തു നൽകുന്നു. ട്രെയിനിങ് പീരീഡിലെ കഷ്ടവും ശാപവും രോഗവും വിശപ്പും എല്ലാം മാറി നിത്യകാലം യേശുക്രിസ്തുവിനോട് കൂടെ വാഴുവാൻ സാധിക്കും. പ്രത്യേക ശ്രദ്ധയ്ക്ക് മാനേജറായ യേശുക്രിസ്തുവിൻ്റെ പേരിൽ അനേകർ ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ വീഴാതിരിപ്പാൻ സൂക്ഷിക്കാം. ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.